നമസ്കാരം. സഹ്യപർവ്വതത്തിന്റെ താഴ്വരയിൽ വാവലിയാറിന്റെ തീരത്ത് ശിവചൈതന്യം കുടികൊള്ളുന്ന യാഗഭൂമിയായ കൊട്ടിയൂരിലേക്ക് നിങ്ങളിൽ പലരും വന്ന് ദർശനം നടത്തിയിട്ടുണ്ടായിരിക്കുമല്ലേ. പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് വർഷത്തിൽ 28 ദിവസം മാത്രം പൂജ നടക്കുന്ന അല്ലെങ്കിൽ വൈശാഖ മഹോത്സവം നടക്കുന്ന ഇതര ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളുള്ള നിറഞ്ഞൊഴുകുന്ന തിരുവഞ്ചിറയുടെ നടുക്കുള്ള മണിത്തറയിലെ ആ സ്വയംഭൂലിംഗത്തെയും അമ്മാരക്കൽത്തറയിലെ ആ പരാശക്തിയെയും ആരാധിക്കാനായി ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വനഭൂമിയിലേക്ക് എത്തിച്ചേരാറുള്ളത്. ഇവിടെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പല അത്ഭുത കാര്യങ്ങൾ രസകരമായി തോന്നിയ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് വിചാരിച്ചു. ഈ വൈശാഖ മഹോത്സവക്കാലത്ത് ഇവിടെ താൽക്കാലികമായി വെച്ചുകെട്ടി ഉണ്ടാക്കിയ തിടപ്പള്ളിയിലെ അടുപ്പുകളിൽ ആയിരക്കണക്കിന് വിറകുകളാണത്രേ ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ഉപയോഗിക്കുന്ന വിറകുകൾക്കനുസരിച്ചുള്ള ചാരം ഇവിടുത്തെ അടുപ്പുകളിൽ കാണാറില്ലത്രേ. ഇതിൽ അത്ഭുതപ്പെടുത്തുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇതേ സമയം തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിലെ അടുപ്പുകളിൽ അവിടെ ഉപയോഗിക്കുന്ന വിറകിന്റെ എത്രയോ ഇരട്ടി ചാരമാണത്രേ കാണപ്പെടുന്നത്. ഈ അക്കരക്കൊട്ടിയൂരിലെ അടുപ്പുകളിൽ നിന്നും ചാരം എടുത്ത് ശ്രീ പരമേശ്വരന്റെ ഭൂതഗണങ്ങൾ അത് തളിപ്പറമ്പുള്ള രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് മാറ്റുന്നു എന്നാണത്രേ ഐതിഹ്യം. ശാസ്ത്രീയമായ ഒരു യുക്തിചിന്തയ്ക്കും ഈ അത്ഭുത പ്രതിഭാസത്തിനു കാരണം കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലത്രേ. ഇങ്ങനെ അത്ഭുതകരങ്ങളായ ധാരാളം സവിശേഷതകളും ഐതിഹ്യങ്ങളും നിറഞ്ഞതാണ് കൊട്ടിയൂർ പെരുമാളിന്റെ തിരുസന്നിധി.